വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചെന്ന അവകാശവാദവുമായി ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരമാകും ഇന്ത്യ വെനസ്വേലൻ എണ്ണ വാങ്ങുകയെന്നും ട്രംപ് പറയുന്നു. ഇത് സംബന്ധിച്ച് കരാർ തയ്യാറായെന്നും ട്രംപിന്റെ അവകാശവാദം. ആദ്യം പ്രതികരണത്തിലേക്ക്. China is welcome to come in and would make a great deal in oil. You know, we welcome China. We've already made a deal. India is coming in and they're going to be buying Venezuelan oil as opposed to buying it from Iran. So we've already made that deal, the concept of the deal. But China is welcome to come in and buy oil. On Venezuela, do you think that Machado should be able to return to Venezuela? I'd love to be able to do something with it and maybe putting the sides together, doing something. I think she's a very fine person. അനുപമ ശ്രീദേവിയാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നത്. അനുപമ, ഇന്ത്യ പലകുറി തള്ളിയ പല കാര്യങ്ങളിലും ട്രംപ് ഇപ്പോഴും അവകാശവാദമൊക്കെ തുടരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യവും അങ്ങനെ കണ്ടാൽ മതിയോ? അല്ലെങ്കിൽ ഇന്ത്യൻ വൃത്തങ്ങളിൽ നിന്ന്, ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണമോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം വെനസ്വേലയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മേൽ തീരുവ ഭീഷണി മുഴക്കിയ അതേ ട്രംപാണ് ഇപ്പോൾ മാസങ്ങൾക്കിപ്പുറം ഈ വെനസ്വേലൻ എണ്ണയുടെ തന്നെ വക്താവായി മാറുന്ന ഒരു കാഴ്ച കാണുന്നത്. അതാണ് ഈ ഒരു പുതിയ പ്രസ്താവനയിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് എടുത്ത് പറയണം. ഈ എയർഫോഴ്സ് വണ്ണിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രതികരണത്തിലാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് പകരമായിട്ട് വെനസ്വേലൻ എണ്ണ ഇന്ത്യ വാങ്ങാൻ സമ്മതിച്ചു എന്നും അത് സംബന്ധിച്ച കരാർ തയ്യാറായി കഴിഞ്ഞുമെന്നുള്ളൊരു പ്രസ്താവന ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ചൈനയുമായും ഇത്തരത്തിലൊരു ധാരണയ്ക്ക് കരാറിനായി ചർച്ച നടക്കുന്നുണ്ടെന്നും ചൈനയും ഇത് സംബന്ധിച്ച് ഒരു തയ്യാറാണെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഈ വെനസ്വേലയിൽ നിന്ന് $2 ബില്യൺ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് US ഒരു കരാറിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇപ്പോൾ വെനസ്വേലയിൽ നിന്ന് പുറത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന എണ്ണയെ സംബന്ധിച്ചൊരു ലാഭം US-ന് തീർച്ചയായും ലഭിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവന വരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസവും ഈ ഒരു കരാറിന്റെ പശ്ചാത്തലത്തിൽ ഈ ഇന്ത്യ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് പകരമായിട്ട് വെനസ്വേലൻ എണ്ണ വാങ്ങുമെന്നുള്ളൊരു പ്രസ്താവന ട്രംപ് നടത്തിയിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു 25% തീരുവ പിഴയായി ചുമത്തിയിരുന്നു അമേരിക്ക. അതിനുശേഷം വലിയ രീതിയിൽ ഇറാനെതിരായ ഏറ്റവും പുതിയ ഉപരോധ നീക്കങ്ങളിലും ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഒരു തടസ്സവുമായി അമേരിക്ക നിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വെനസ്വേലൻ എണ്ണയെ കൂടുതൽ പുഷ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെ ഈ ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ഇങ്ങനെ ഒരു വെനസ്വേലൻ എണ്ണ വാങ്ങുന്നതിലേക്ക് ഒരു പുഷ് ആയിട്ട് US പ്രസിഡന്റ് വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതിലൊരു ഔദ്യോഗിക പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ലെങ്കിൽ തന്നെയും ഇപ്പോഴത്തെ ആഗോള സാഹചര്യങ്ങളുടെ നിലയനുസരിച്ച് ഉപരോധങ്ങളില്ലാത്ത അമേരിക്ക പിന്തുണയ്ക്കുന്ന ഒരു കൂടുതൽ ഫീസിബിൾ ആയിട്ടുള്ള ലാഭകരമായിട്ടുള്ളൊരു സാധ്യത എന്ന നിലയ്ക്ക് വെനസ്വേലൻ എണ്ണ ഒരു ബദലായി പരിഗണിച്ചേക്കും എന്നുള്ള ഒരു സാധ്യത തന്നെയാണ്. എന്നാൽ ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഈ US പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ ഉണ്ടായിട്ടില്ല. അനുപമയാണ് വിവരങ്ങൾ.